ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ഡൽഹിയിലെ ദീപാവലി വിശേഷങ്ങളൊന്ന് കണ്ടാലോ? അപ്പം നമ്മുടെ നാട്ടിലെ ഓണം വരുന്ന പോലെയാണ് കേട്ടോ ഇവർക്ക് ദീപാവലി സെലിബ്രേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ വന്നിട്ട് കണ്ടതിലൊന്നും ഞാൻ നോർത്ത് ഇന്ത്യൻസിന് ഏതൊരു ഫെസ്റ്റിവലാണ് വരുന്നത് ആ ഫെസ്റ്റിവലിൻ്റെ ഐറ്റംസ് മാത്രമേ ആ മാർക്കറ്റ് പിന്നെ ആ ഫെസ്റ്റിവൽ നടക്കുന്നവരെ കാണുള്ളേ. അപ്പോൾ ഇതിപ്പോൾ ദീപാവലിയുടെ ഫെസ്റ്റിവലാണ്. അപ്പോൾ ലൈറ്റുകളൊക്കെ കണ്ടാൽ ദീപാവലി എന്ന് പറയുന്നതിന് ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സ് എന്നല്ലേ. അപ്പോൾ ഈ ഒരു ലൈറ്റ് മാത്രമല്ല കേട്ടോ, കളർഫുള്ളായിരുന്നു മാർക്കറ്റ് ഫുള്ള്. വീട് ഡെക്കറേറ്റ് ചെയ്യുന്ന സാധനം, നമുക്ക് ഓണം എങ്ങനെയാണ്, ഓണത്തിന് നമ്മൾ ഒരുപാട് സാധനങ്ങൾ വാങ്ങില്ല, അതുപോലെയാണ് അവർക്ക് ദീപാവലി. കാര്യം 10 ദിവസം മുന്നേ തന്നെ അവർ കംപ്ലീറ്റ് തൂത്ത് വാരി പറക്കി വേസ്റ്റ് എല്ലാം കളഞ്ഞ് വീടെല്ലാം ഡെക്കറേറ്റ് ചെയ്ത് ലൈറ്റുകളുണ്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. രാത്രിയൊക്കെ പുറത്തിറങ്ങി സൂപ്പറാണ് കേട്ടോ കാണാൻ. അതൊക്കെ പോട്ടതാ, ഇതൊക്കെ പൂജയ്ക്കുള്ള ഐറ്റംസ് ആയിരുന്നു കേട്ടോ. പൊരിയുണ്ട ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലെ പൊരി, ശർക്കരയും പൊരിയും കൂടെയൊക്കെ ഇട്ട് പോകുന്നു. ആ പൊരിയുണ്ടയും പിന്നെ അതാ മെഴുകുതിരികളും പല കളർ മോഡലും എല്ലാം. കളറാണെങ്കിൽ മാർക്കറ്റിലോട്ട് നോക്കാൻ വയ്യ, ഏത് സൈഡിൽ നോക്കിയാലും കളർ. ഇത് ബൊമ്മകളാണ് കേട്ടോ, മറ്റേ ഗണപതി അങ്ങനെ മറ്റേ ഒരുപാട് ദൈവങ്ങളെ ബൊമ്മകളുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീട് ഡെക്കറേറ്റ് ചെയ്യുന്ന ഐറ്റംസ് ആയിരുന്നു ഇതൊക്കെ. അവർ വീട് വൃത്തിയാക്കിയിട്ട് തറയിൽ ഒട്ടിക്കുന്ന ഐറ്റംസ് ആണ് കേട്ടോ. തറയിൽ ഒട്ടിക്കുന്നത് ദീപാവലിക്ക് വാളിൽ ഭിത്തിയിൽ ഒട്ടിക്കുന്നതും ഉണ്ട്, തറയിൽ ഫ്ലോറിൽ ഒട്ടിക്കുന്നതും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് എല്ലാം ഡെക്കറേറ്റ് ചെയ്യുന്നത്, ഹാങ് ചെയ്യുന്ന ഐറ്റംസ് ഒരുപാട് കളർഫുള്ളായിരുന്നു. മാർക്കറ്റിലോട്ട് നോക്കണ്ടായിരുന്നു, നിങ്ങൾക്ക് ഈ വീഡിയോ മൊത്തം കണ്ടാലും മാർക്കറ്റ് ഫുള്ള് ഫ്ലേവറും കാര്യങ്ങളും. പിന്നെ എൻ്റെ ഇവിടെ എവിടെയോ നിന്ന് അടിച്ച് വാരുന്നുണ്ട്, ഞാൻ അതിനെ അടിച്ചമർത്തിയോടെ നിർത്തിയിട്ടുണ്ട്. നമുക്ക് കാണാനല്ലേ നമ്മൾ വന്നത്, നമുക്ക് ഇത് മേടിച്ച് വെച്ചാൽ നമുക്കിപ്പോൾ നാട്ടിൽ പോകുമ്പോഴേ ഇത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോഴത്തേക്കും ഇത് ഒരുമാതിരി കളറൊക്കെ പോയി ഒരുമാതിരി ആവും ഇപ്പോഴേ മേടിച്ച് വെച്ചാൽ. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കാണാൻ, ഇവിടുത്തെ സെലിബ്രേഷൻ ഒന്ന് കണ്ടിരിക്കണമല്ലോ. അങ്ങനെ വന്ന് എവിടെ നോക്കിയാലും ദാ ഈ പൂക്കളും ഹാങ് ചെയ്യുന്ന ഐറ്റംസൊക്കെ ഉള്ളു. പിന്നെ ഒരു സൈഡ് ഫുള്ള് ഏതൊരു ഫെസ്റ്റിവലാണോ അതിൻ്റേതായിട്ടുള്ള ട്രഡീഷണൽ വെയേഴ്സാണ് അവിടെ കാണുന്നത് കേട്ടോ. ഇതിപ്പോൾ ലെഹങ്കയാണ് കണ്ടത്, പിന്നെ ചുരിദാർ, അങ്ങനെ അവരെ ട്രഡീഷണൽ വെയർ എന്ന് പറയുന്നത് എനിക്ക് പറഞ്ഞുകൂടെ കേട്ടോ. പിന്നെ ദാ അവിടെ ആ കൃഷ്ണൻ രാധേനെ ഫ്രെയിം കണ്ടോ, നല്ലതായിരുന്നു കേട്ടോ, കണ്ടുകൊണ്ടെടുത്തു. പിന്നെ എല്ലായിടും ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ടേക്കാണ്, നമുക്ക് കണ്ടൊന്ന് അളിച്ച് വാരാനായിട്ടൊക്കെ തോന്നും. വരിയില്ല കേട്ടോ ഞാൻ. ഇത് ഫുള്ള് ഷെല്ലാണ്. മറ്റേ നമ്മുടെ തോടുണ്ടല്ലോ, പണ്ട് മണലിലൊക്കെ കടലിലൊക്കെ പോകുമ്പോൾ കാണുന്നില്ലേ ആ തോട്, അത് വെച്ച് മയിലും പ്രാവും എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിട്ട്, പക്ഷെ കാണാൻ സൂപ്പറായിരുന്നു കേട്ടോ അത്. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ പോകുമ്പോഴെല്ലാം ഈ വീട് ഇതൊക്കെ നമ്മൾ സ്വീറ്റ്സ് അങ്ങനെയൊക്കെ ഉള്ളത് മറ്റേ ഇതിലുണ്ടാക്കി വെച്ചേക്കാണ്. അത് കഴിഞ്ഞിട്ട് ആ രംഗോലി അച്ചിട്ട് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ അച്ചും ഈ പൊടിയും അവർ എവിടെ നിന്ന് മേടിക്കാൻ കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് നോർത്ത് ഇന്ത്യൻസിൻ്റെ വിശേഷങ്ങളിൽ ദീപാവലി. അപ്പോൾ ഇഷ്ടപ്പെട്ട